അപ്പൊ ഗൈസ് ഇന്ന് ഞങ്ങള് ഡിസ്ചാർജ് ആണ്. സൂക്ഷിച്ചൊക്കെ പോണം. ഞാനില്ലെന്ന് വെച്ചാൽ സങ്കടപ്പെടരുത്. സുന്ദരിയായേ അല്ല നീയാണ് വിചാരിച്ചേ. ബ്യൂട്ടി ശ്രദ്ധിക്കുന്ന വ്യക്തി, അതാ ക്യാമറ നോക്കാൻ. കുഞ്ഞിന് വെയിലടിക്കുന്നോണ്ട് അവിടെ തണല് പിടിച്ച് നടക്കുന്നു. അതെ ചേച്ചി കറക്കുന്നുള്ള പേടിയാണ് സത്യം. നമ്മള് ബൈസ്റ്റാൻഡർ വേണേ തണലത്തോട്ട് ഇന്ന് വെച്ച് ഞാൻ വണ്ടി എടുത്തോണ്ട് വരാം. അങ്ങനെ ഹോസ്പിറ്റൽ ഡേയ്സ് കഴിഞ്ഞു. വീട്ടിലേക്കുള്ള മുടക്കമായി. കൊച്ചിനെയും കൂടെ ഒക്കത്ത് വെച്ചോണ്ട് വരും, തലയിൽ വെച്ചോണ്ട് വരും. നീ പിന്നെ എന്നെ കൊണ്ടുവന്നിരിക്കുന്നേ എല്ലാം ഇവിടെ അഡ്മിറ്റ് ആക്കാൻ പോവാന്ന്. നേഴ്സുമാരൊക്കെ 1-2 കൊള്ളാം. മനുഷ്യന്റെ പാന്റിന്റെ മൂടും കീറി വണ്ടിയും സ്റ്റാർട്ട് ആകും, അതും ഇല്ല. അങ്ങനെ കഴിച്ച് നമ്മൾ ഡിസ്ചാർജ് ആയിരിക്കുന്നു. ഇനി നമുക്ക് വീട്ടിൽ പോകാം. ഉണ്ണിമോളുടെ അസുഖമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും 4 ദിവസത്തേക്ക് ആന്റിബയോട്ടിക്കും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈസ് നമ്മൾ വന്നപ്പോഴത്തേക്ക് വീടിന്റെ കോലെന്താ ഇതൊക്കെ കേട്ടോ. കഴുകിയ തുണിയൊക്കെ ഇത് കഴുകാനുള്ളത്. നമ്മൾ ഹോസ്പിറ്റലിൽ ഒരാഴ്ചക്ക് പുറത്ത് നിന്ന് കേട്ടോ. അതൊക്കെയാണ് ഇവിടെ മൊത്തം വൃത്തിയാക്കാനുള്ളത്. വന്ന് വലിച്ചെടുത്തെല്ലാം കഴുകാനുള്ളത് കേട്ടോ. എന്തോരം അഴുക്കായിട്ട് കിടക്കുക. പൊടി അതോ പുന്നലയിൽ നമ്മൾ പോയി നിന്ന് ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം നമ്മൾ വീട്ടിൽ ഇല്ലായിരുന്നു. വന്നും പോയി നിൽക്കുമായിരുന്നു. ഒന്നും അനിയനാണോ അത്? ഇനി ഇവിടെ മൊത്തം നമുക്ക് വൃത്തിയാക്കണം. ആദ്യം തുടങ്ങുവാണ് ഒരു സൈഡിൽ നിന്ന്. ഇതെല്ലാം നമുക്കിനി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സെറ്റാക്കാനുള്ള സ്ഥലമാണ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അഗാരോ ഇംപീരിയൽ റോബോട്ട് വാക്വം ക്ലീനർ. ഈ ഒരു അടിപൊളി പ്രൊഡക്റ്റിനെ പറ്റി ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡസ്റ്റ്ബിൻ ആൻഡ് വാട്ടർ ടാങ്ക് അടങ്ങിയ 2-in-1 യൂണിറ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇവിടെ ഇതുപോലെ പ്രസ് ചെയ്ത് കപ്പാലിറ്ററും സ്പോഞ്ചും അടങ്ങിയ ഭാഗം പുറത്തേക്ക് എടുത്തിട്ട് വെള്ളം മാത്രം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. 3 മാസം കൂടുമ്പോൾ ഇത് മാറ്റേണ്ടതാണ്. കാണുന്ന ഒരു റബ്ബർ ബ്ലാസ്ക് തുറന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാം. താഴെ ഈ കാണുന്നത് ചാർജിങ് കോണ്ടാക്ട് ആണ്. ചാർജിങ് ബേസിലേക്ക് ഈ ഒരു ഭാഗം കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് ചാർജ് കയറുക. ഇത് കൂടാതെ 3 വീലുകളുണ്ട് ഇവിടെ. ഒരു യൂണിവേഴ്സൽ വീലും 2 ട്രെയിൽ വീലും. ഇത് റോളിംഗ് ബ്രഷ് ആണ്. ഈ ഒരു ഭാഗം തുറന്നു കഴിയുമ്പോൾ ബ്രഷ് പുറത്തേക്ക് എടുക്കും. ഇടയ്ക്ക് ക്ലീനിങ് ബ്രഷ് മാത്രം യൂസ് ചെയ്തതിനു ശേഷം അതുപോലെ തന്നെ ഇത് തിരിച്ചു വെക്കാം. കൂടാതെ സൈഡിൽ ലെഫ്റ്റും റൈറ്റും എന്ന് എഴുതിയേക്കുന്ന മാർക്ക് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വെസ്റ്റ് ബിന്നിന്റെ മുകളിലായിട്ടാണ് മോപ്പ് ഹോൾഡർ വെക്കേണ്ടത്. ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അത് മാത്രമല്ല നമുക്ക് ഈസി ആയിട്ട് ദൂരെടുക്കാനും പറ്റും. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്ന് നോക്കാം. ഈ പവർ ബട്ടൺ ഹോം ബട്ടണും കൂടെ ഒരേപോലെ ഒരു 2-3 മിനിറ്റ് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓൺ ആയി കിട്ടും. ഈ 3 സെക്കൻഡ് നമ്മൾ ഞെക്കി പിടിക്കുന്നത് നമ്മൾ ആദ്യത്തെ വട്ടം മാത്രം ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി 3 സെക്കൻഡ് നമ്മൾ ഇതേപോലെ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ പെയറിനിങ്ങിനും റെഡിയാവും. ഇത് ഒരേ സമയം വീട് തൂക്കാനും തുടയ്ക്കാനും സഹായിക്കും. ഇതിനായി പ്രത്യേക വാട്ടർ ടാങ്ക് ഡസ്റ്റ്ബിനും ഇതിൽ തന്നെയുണ്ട്. വീടിന്റെ മാപ്പ് കൃത്യമായി മനസ്സിലാക്കി തടസ്സങ്ങളിൽ തട്ടാതെ വൃത്തിയാക്കാൻ ഇതിന് സാധിക്കും. മുടിയും ചെറിയ ചവറുകളും വലിച്ചെടുത്ത് ആവശ്യമായ സക്ഷൻ പവർ ഇതിൽ തന്നെ ഉണ്ട്. മാപ്പ് വഴി എവിടെ ഇരുന്നും ഇത് പ്രവർത്തിപ്പിക്കാം. മിനിറ്റാണ് ഇത് ഫുൾ ചാർജ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. ബാറ്ററിയിലെ ചാർജ് വളരെ കുറഞ്ഞു തുടങ്ങിയാൽ ക്ലീനിങ്ങിന്റെ ഇടയിലാണെങ്കിൽ പോലും അത് തനിയെ ചാർജിംഗ് ഡോക്ക് ഇരിക്കുന്ന ഭാഗത്തെത്തി ഡോക്കിനോട് ചേർന്ന് അത് ചാർജ് ആയിക്കോളും. ക്ലീനിങ് ടാസ്ക് കംപ്ലീറ്റ് ആയാലും ഇതുപോലെ തനിയെ ഡോക്കിന്റെ അടുക്കോട്ട് നീങ്ങി ചാർജ് ആയിക്കോളും. ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നതിനായിട്ട് നമ്മളെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. കൂടാതെ വീട്ടിലുള്ള വൈഫൈ കണക്ഷൻ ഇതിലേക്ക് ആപ്പ് ത്രൂ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ക്ലൈഫ് എന്ന ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം സൈൻ അപ്പ് ചെയ്തതിനു ശേഷം സ്മാൾ ലൈഫ് ആപ്ലിക്കേഷന്റെ വലത് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ കാണാം. അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ആഡ് ഡിവൈസ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വൈഫൈയും ബ്ലൂടൂത്തും ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു വാക്ക് ആൻഡ് ക്ലീനർ റോബോട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് അമർത്തി കഴിഞ്ഞാൽ നിയർ ബാങ്കിലായിട്ടുള്ള ഈ ഒരു ഡിവൈസ് ഫൗണ്ട് ചെയ്യും. തുടർന്ന് നമ്മുടെ വീട്ടിലുള്ള ഒരു വൈഫൈ നെറ്റ്വർക്ക് ഇതിൽ യൂസർ നെയിമും പാസ്വേഡും സഹിതമുള്ള നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എവിടെ ഇരുന്നു അതിനെ പ്രവർത്തിപ്പിക്കാം കേട്ടോ. കൂടാതെ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ താഴെ വീണ് പൊട്ടുവോ അല്ലെങ്കിൽ ഇറക്കത്തി ഇറങ്ങി വീഴുവോ എന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. അത് ഓട്ടോമാറ്റിക്കലി തന്നെ എഡ്ജ് എത്തുമ്പോൾ അത് തിരിച്ച് റിട്ടേൺ അടിച്ച് വരും കേട്ടോ. അതിന് നമ്മുടെ സഹായം വേണ്ട കേട്ടോ. ഒരു എഡ്ജ് എത്തുമ്പോൾ അവിടെ നിന്ന് നമ്മൾ എടുത്ത് അതിനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി തന്നെ അവിടെ നിന്ന് ബാക്ക് അടിച്ച് വന്നോളും കേട്ടോ. അതൊക്കെ ഒരു ഉപകാരമുള്ള കാര്യമാണ്. വീട് തൂക്കാനും തുടക്കാനും ആരുടെയും കാത്തിരിപ്പ് വേണ്ട. നമ്മുടെ ജോലി എളുപ്പമാക്കാൻ അഗാരോ റോബോട്ട് വാക്വം ക്ലീനർ എത്തി.
ഫോണിലൂടെ ഒരു ക്ലിക്ക് ചെയ്താൽ മതി, വീട് ക്ലീൻ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം പെട്ടെന്നും എത്രത്തോളം വൃത്തിയായിട്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ. നമ്മുടെ കുഞ്ഞുങ്ങളുള്ള വീട്ടുകാർക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും എല്ലാം ഇത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടായിരിക്കും. നമ്മൾ ഒരു ക്ലിക്കിൽ മതി നമ്മുടെ വീട് ഫുൾ ക്ലീൻ ആയിരിക്കും. മുക്കും മൂലയും തൊട്ട് നമ്മൾ കണ്ണി കാണാത്ത പൊടി വരെ ഇത് വലിച്ചെടുക്കും കേട്ടോ. അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ ഈ പൊടി ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എത്ര പെട്ടെന്നാണ് അത് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന്. അത് മാത്രമല്ല, അതിൻ്റെ ചാർജ് തരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തന്നെ പോയി ചാർജും ചെയ്തോളൂ. അതുകൊണ്ട് നമുക്ക് ഇതിനോർത്ത് യാതൊരു ടെൻഷനോ കാര്യങ്ങളോ വേണ്ട. ഇതിന്റെ ലിങ്കും മറ്റു ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതെല്ലാം കഴിഞ്ഞ് റൂമിൽ ഒന്ന് നോക്കിയപ്പോൾ അവസ്ഥ കണ്ട് ഇതാ കേട്ടോ. ആളിറങ്ങി പോകാനുള്ള പരിപാടിയിലാണ്. അടുത്തിപ്പോൾ ആരും ഇല്ലാതെ കുഞ്ഞിനെ കട്ടിൽ കിടത്താനേ പറ്റത്തില്ല. അതും സംസാരിച്ചതിന് സമയം പോയത് ഞാൻ ഒട്ടും അറിഞ്ഞതുമില്ല. വന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞപ്പോൾ ഇതേപോലത്തെ ഒരു ചിരി കേട്ടോ. ആളിനെ എപ്പോൾ വഴക്ക് പറഞ്ഞാലും ആൾ ഇതേപോലെ ഒരു ചിരി തിരിച്ച് നമ്മളെങ്ങ് മയക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരം അവളെയും കളിപ്പിച്ചിരുന്ന് അവളുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാണ്ട് അതെല്ലാം എടുത്തോണ്ടിരുന്നു കേട്ടോ. സാധനം കളിയും ചിരി എല്ലാം കഴിഞ്ഞിട്ട് ആളെ കിടത്തി അങ്ങ് ഉറക്കി കേട്ടോ. എന്നാലേ എൻ്റെ ബാക്കി പണികളെല്ലാം നടക്കത്തുള്ളൂ. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ നല്ല മഴ കേട്ടോ. ഈ മഴയത്ത് നല്ല പരിപ്പോടെയും ചായയും കിട്ടിയെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഉണ്ടാക്കാനുള്ള മടി കാരണം ഞാൻ അതിന് മുതിർന്നിട്ടില്ല. അങ്ങനെ കിട്ടാൻ സാധ്യതയില്ലാത്ത ആ പരിപ്പോടെയും കട്ടൻ ചായയൊക്കെ ഓർത്തോണ്ട് ഞാൻ അങ്ങനെ ഇരുന്ന് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ സ്വന്തം ഉണ്ണുമോൾ എണീറ്റ് വരുന്നത്. അങ്ങനെ ആ മഴയത്തും ആ തണുപ്പിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടോട് കെട്ടിപ്പിടിച്ചിരുന്ന ഓരോ കാര്യങ്ങൾ പറയട്ടോ. ഉണ്ണുമോൾ കണ്ണെടുക്കാതെ ആ മഴ തന്നെ നോക്കുവാണ്. നല്ല ശബ്ദവും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവൾ നല്ല ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ എന്നെ 2 അടിയൊക്കെ ഉണ്ട്. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ ക്യാമറയിൽ നോക്കിയിരുന്നോളൂ കേട്ടോ. അപ്പൊ അച്ഛനും മോളും അവിടെ ഇരിക്കുന്ന സമയത്ത് ഇനി നമുക്ക് പോയി കുളിക്കണം. കുളിച്ച് സെറ്റായിട്ട് വരാം. അതിന് മുമ്പ് കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരിക്കാം. ഈ മഴ പെയ്യാതെ ഇരുന്ന് പെയ്യുന്നോണ്ടാന്ന് തോന്നുന്നു ഈ മണ്ണിന്റെ മണം. അപ്പൊ എനിക്ക് ഈ മണ്ണിന്റെ മണം അത്രയ്ക്ക് ഇഷ്ടമല്ല. ശൂന്യന് ഭയങ്കര ഇഷ്ടട്ടോ. ചിലവർക്ക് ഈ മണ്ണിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനിയിപ്പൊ കുളിക്കണം. കുളിച്ച് കഴിഞ്ഞിട്ട് വൈകിട്ട് പുറത്തോട്ട് പോയാലോ എന്ന് ഉണ്ണിയിടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ അതും കൂടെ ഒക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേറൊരാളെ പരിചയപ്പെടുത്തി തരാം. വേറെ ആരുമല്ല, നമ്മുടെ ജൂലി കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി എന്നെ കണ്ടിട്ടൊക്കെ അതിൻ്റെ ഒരു സ്നേഹപ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചെടുക്കുകയാണ് ആള്. അപ്പോൾ ഉണ്ണിനെ ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അത് ഞാനും കുഞ്ഞു ഹോസ്പിറ്റലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹപ്രകടനവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് ആൾ കിടക്കുന്നത്. ഇന്ന് അവിടെ വന്നിരിക്കും. എത്ര അടി കൊടുത്താലും എണീറ്റ് പോകത്തില്ല. നമ്മളെ കീഴിൽ തന്നെ അഭിനയിക്കും കേട്ടോ. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും അവള് വന്ന് കാലിൻ്റെ ആ ഇടയ്ക്ക് ഇങ്ങനെ കയറും. കാലിൽ കുറുകെ നിൽക്കും. ആ സ്നേഹം കൊണ്ടാണ് നമ്മൾ ഇത്ര അടി കൊടുത്താലും പോകത്തില്ല. ചില മിണ്ടാപ്രാണികളൊക്കെ അങ്ങനെ, ചില നല്ല മിണ്ടാപ്രാണികളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ നല്ല തണുത്ത കാറ്റൊക്കെയുണ്ട്. ഇനിയിപ്പം 5 മണി ആവുന്നപ്പോഴത്തേക്ക് ഇനി പോയി കുളിക്കണം. അപ്പൊ ഇനി ഞാൻ കാര്യമൊക്കെ പറഞ്ഞിരുന്നത് എന്റെ പരിപാടി ഒന്നും നടക്കത്തില്ല കേട്ടോ. സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഇനി പെട്ടെന്നായി ഇരുട്ടുന്നതാ. അപ്പൊ ഞാൻ പോട്ടെ. ഓക്കെ.